ഒരു സഹോദരൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഇവിടെ നിന്ന് കേൾക്കാൻ സാധിച്ചു. മദീന ഉൾപ്പെടുന്ന സൗദിയുടെ ഭരണകൂടം മുജാഹിദിനാണെന്ന് പറഞ്ഞു. അങ്ങനെ മുജാഹിദിനാണെങ്കിൽ ആ പച്ചക്കുബ്ബ പൊളിച്ചുകൂടെ എന്നാണ് ചോദ്യം. അതുകൂടാണ്ട് ഈ ഇസ്ലാമിലെ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവാവാണ് ഞാൻ. ഇത് വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ പരിപാടിയിൽ വന്നു ചേർന്നത്. ഇതെനിക്കിവിടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി, ഒരു സഹോദരന് ഒരു ചോദ്യം, ഒരു ഉപചോദ്യം. ഈ നയം തന്നെ എല്ലാ സംഘടനകളും മാറ്റിക്കൊണ്ട് ഒരു വേദിയിൽ എല്ലാ പ്രസ്ഥാനക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംവാദം നടത്തി സാധാരണ ജനങ്ങളെ ബോധിപ്പിക്കുവാൻ മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാണ്ട് കുറച്ച് വർത്താനം ഇങ്ങനെ പറഞ്ഞു പോയാൽ സാധാരണ ജനങ്ങൾ ഇഷ്കാലിലായിപ്പോവും. മാന്യ സഹോദരൻ ഒരു മുൻധാരണയോടുകൂടിയാണ് ഇവിടെ ചോദ്യം ചോദിക്കാൻ എത്തിയത്. ഈ പരിപാടി ആരംഭിക്കുമ്പോൾ തന്നെ സാധാരണ ഉന്നയിക്കപ്പെടുന്ന ഒരു സാധാരണ ആളുകൾക്കിടയിൽ പറയപ്പെടുന്ന ഒരു പ്രചണ്ഡമായ പ്രചാരമാണ് മുജാഹിദ് പ്രസ്ഥാനം മുഖാമുഖം നടത്തിയാൽ ഒരു ചോദ്യം, ഒരു ഉപചോദ്യം പിന്നെ ചോദിക്കാൻ ചാൻസ് ഇല്ല, ഒരു ചോദ്യവും പിന്നെ അരച്ചോദ്യം എന്നാണ് സാധാരണ പരിഹരിച്ചോട് പറയുന്നത്. ഈ സ്റ്റേജിൽ നിന്ന്, ഈ സദസ്സിൽ നിന്ന്, ഈ മുഖാമുഖ വേദിയിൽ നിന്ന് ഒരാളോടും ഒരു ചോദ്യം, ഒരു ഉപചോദ്യം എന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾക്ക് ചോദിക്കാവുന്ന അത്രയും ചോദിക്കാം. പക്ഷേ 10 പേര് വന്നിരുന്നാലും 10 പേരെ അനുവദിക്കൂല, ഒരാളെ ചോദിക്കുന്നുള്ള നിലപാട് അത് ശരിയല്ല. ഒരു സദസ്സിനോട് പാലിക്കേണ്ട മര്യാദ പാലിച്ചിട്ട് ഒരാൾക്ക് എത്രയും ചോദിക്കാം എന്ന നിലപാട് സ്വീകരിച്ചിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ മുഖാമുഖത്തിന് തയ്യാറായത്. ഒരു ചോദ്യം, ഒരു ഉപചോദ്യം എന്ന നിലപാട് ഇവിടുന്ന് സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കുന്നത് തെറ്റായത് കൊണ്ടല്ല. അങ്ങനെ ഞങ്ങളൊരു വാചകം ഇവിടുന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നാളെ മുതൽ അതായിരിക്കും പ്രശ്നം. മുഖാമുഖം നടന്നു എന്നതല്ല, മറുപടി പറഞ്ഞു എന്നതല്ല, ഒരു ചോദ്യവും ഒരു ഉപചോദ്യം അനുവദിച്ചുള്ളൂ എന്നിങ്ങനെ പ്രചരിപ്പിച്ച് നടക്കും. ആ രോഗം വേണ്ട എന്ന നിലക്ക് അതിന് മരുന്ന് കൊടുത്താണ് ഈ പരിപാടി ഞങ്ങൾ ആരംഭിച്ചത്. ഇനി അദ്ദേഹത്തിനൊരു സംശയമുണ്ട്, സൗദിയുടെ ഭരണം മുജാഹിദുകളുടെ കയ്യിലാണ് എന്ന്. അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. കേരള നദൂത്തുൽ മുജാഹിദീൻ എന്ന സംഘടന എന്ന് പറഞ്ഞാൽ അത് പേര് കേൾക്കുമ്പോൾ തന്നെ സൗദിയുടെ ഭരണമുള്ള സംഘടനയല്ല, കേരള നദൂത്തുൽ മുജാഹിദീനാണ്. അതിന് സൗദിയുടെ ഭരണം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ വഹാബികളെന്നും വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആളുകളെന്നും ഒക്കെ പരിചയപ്പെടുത്തുന്ന ആളുകൾ ഭരിക്കുന്ന നാടാണ് സൗദി അറേബ്യ എന്നാണ് പറഞ്ഞത്. അത് നദൂത്തുൽ മുജാഹിദീൻ ഭരിക്കുന്നത് എന്നല്ല, കേരള നദൂത്തുൽ മുജാഹിദീൻ ഭരിക്കുന്നതെന്നല്ല. അങ്ങനെ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. കേരള നദൂത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം ഉണ്ട് എന്നല്ല. ഇനി അതിനകത്തും അദ്ദേഹത്തിനൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമികമായ നിലപാട് നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. ഒരിക്കലും ഒരു ഖബറിന്റെ മുകളിൽ കുബ്ബ വെക്കാൻ പാടില്ല, അത് ഇസ്ലാമിന്റെ നിലപാടാണ്, അത് റസൂലുള്ള എതിർത്തതാണ്. ഇബ്നു ഹജർ ഹൈത്തമി പറഞ്ഞു അങ്ങനെ കുബ്ബ കണ്ടാൽ അത് പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൗദിയുടെ ഭരണം വഹാബികളുടെ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടത് പൊളിച്ചു നീക്കുന്നില്ല എന്നാണ് മാന്യ സഹോദരനുണ്ടായൊരു സംശയം. ഇസ്ലാമിന് പൊതുവായ ചില മര്യാദകളുണ്ട്, ഇസ്ലാമികമായ പൊതുവായ ചില മര്യാദകൾ പാലിക്കാറുമുണ്ട്. അത് പാലിക്കാൻ ഇസ്ലാമിക പ്രമാണങ്ങളെ സ്വീകരിക്കുന്നവർ ബാധ്യസ്ഥരുമാണ്. വളരെ വിശാലമായൊരു മറുപടിക്ക് ഞാൻ ഒരുങ്ങുന്നില്ല, സമയം കുറവാണ്. എനിക്ക് ശേഷം മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രഗത്ഭമായ ഒരു സമാപന പ്രസംഗം ഇവിടെ നടക്കാറുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധമായ കഅബാലയത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഹജറുൽ അസ്വദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലാണ് എടുത്തു വെച്ചത്, നമുക്കറിയാം. ആ സമയത്ത് കഅബാലയത്തിൻ്റെ നിർമ്മാണം ഖുറൈശികൾ ഏറ്റെടുക്കുകയും കഅബാലയം നിർമ്മിക്കാൻ ഒരുങ്ങുകയും ചെയ്തപ്പോൾ കഅബാലയം, നിലവിലുണ്ടായിരുന്ന കഅബാലയം പൊളിച്ചുകൊണ്ട് പുതിയ ഒരു കഅബാലയം നിർമ്മിക്കുവാൻ ഖുറൈശികൾ തീരുമാനിച്ചപ്പോൾ ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രമേ അള്ളാഹുവിൻ്റെ ഈ ഭവനം നിർമ്മിക്കാൻ പാടുള്ളൂ എന്ന് ആ സമയത്ത് അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഹലാലായ സമ്പത്ത് സ്വരുക്കൂട്ടിയിട്ട് കഅബാലയം നിർമ്മിച്ചു. അങ്ങനെ ഹലാലായ സമ്പത്ത് സ്വരുക്കൂട്ടി കഅബാലയം നിർമ്മിച്ചപ്പോൾ പഴയ രൂപത്തിൽ, അത്രയും വിസ്താരത്തിൽ, അത്രയും വീതിയിൽ, അത്രയും വിസ്തീർണത്തിൽ കഅബാലയം പുതുക്കിപ്പണിയാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കഅബാലയം അവർ ചെറുതാക്കി. എന്നിട്ട് പണ്ടുണ്ടായിരുന്ന കഅബാലയം അവർ അടയാളം ചെയ്തു വെച്ചു. പഴയ കാലത്ത് കഅബാലയത്തിന് ഇത്രയും വിസ്തീർണമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഹലാലായ സമ്പത്തില്ലാത്തത് കൊണ്ട് അത് കുറക്കുകയാണ്, ചുരുക്കുകയാണെന്ന് പറഞ്ഞ് ആ കഅബാലയത്തിൻ്റെ വിസ്തീർണം ഖുറൈശികൾ കുറച്ചു. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി. പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. അതിനുശേഷം മക്കം ഫതഹിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചു വന്നു.
ആ സമയത്ത് മുഹമ്മദ് നബിക്ക് അധികാരമുണ്ട്, പ്രവാചകൻ അധികാരമുണ്ട്. പ്രവാചകൻ എന്ത് പറഞ്ഞാലും ആ നാട്ടിൽ നടപ്പാകുന്ന ഘട്ടമാണ്. ആ സന്ദർഭത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നെഞ്ചകത്ത് സൂക്ഷിച്ച ഒരാഗ്രഹം തൻ്റെ സഹാബത്തിനോട് പറഞ്ഞു. അല്ല സഹാബത്തെ, പണ്ടൊരിക്കൽ എനിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഈ കഅബാലയം ഞാൻ പൊളിച്ചിട്ടുണ്ടായി, കഅബാലയ നിർമ്മാണത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ കഅബാലയം അതിൻ്റെ യഥാർത്ഥ വിസ്തീർണത്തിൽ നിന്ന് ചുരുക്കിയിരുന്നു. എനിക്ക് ഈ സമയത്ത്, ഞാൻ അധികാരം വാഴുന്ന ഈ സമയത്ത്, ഇനി ഇപ്പോൾ നിലനിൽക്കുന്ന ഈ കഅബാലയം പൊളിച്ചിട്ട് പഴയ രൂപത്തിൽ, പഴയ അതേ വിസ്തീർണത്തിൽ ഈ കഅബാലയം പുതുക്കി പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നറിയുമോ? ഈ കഅബാലയം പൊളിച്ച് അതിൻ്റെ പഴയ വിസ്തീർണത്തിലേക്ക് ഞാൻ വലുതാക്കാത്തത് എന്തുകൊണ്ടെന്നറിയുമോ? ആളുകൾ പറയും, അതേ മുഹമ്മദ് വന്ന് കുഴപ്പങ്ങളുണ്ടാക്കി, ഫിത്നയുണ്ടാക്കി, അവസാനമിതാ അവൻ കഅബാലയവും പൊളിച്ചു എന്ന് ആളുകൾ കിംവദന്തി പറഞ്ഞു പരത്തുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി തന്നെ കഅബാലയത്തിന്റെ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു. പ്രവാചകൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് കഅബാലയം പഴയ വിസ്തീർണത്തിലേക്ക് വലുതാക്കണമെന്ന അഭിപ്രായം ശരിയല്ലാത്തത് കൊണ്ടല്ല, ആ നിലപാട് നല്ലതല്ലാത്തത് കൊണ്ടല്ല. നേരെ മറിച്ച് സമൂഹത്തിന്റെ വികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് മാനിച്ചു. ഇതേ നിലപാട് തന്നെയാണ് ആ കുബ്ബയുടെ കാര്യത്തിൽ സൗദി ഗവൺമെന്റിനുള്ളത്. അവിടുത്തെ കിബാറുകൾ, അവിടുത്തെ പണ്ഡിതന്മാർ പ്രവാചകനോട് കാണിക്കുന്ന അതേ ഒരു കാലഘട്ടത്തിൽ ആ നാട്ടിൽ കടന്നു വന്ന ചില ഭരണകർത്താക്കൾ ചെയ്ത ആ പ്രവർത്തനം അത് ശരിയല്ല, ആ കുബ്ബ പൊളിച്ചു നീക്കണമെന്ന് നിലപാട് സ്വീകരിച്ച പൂർവസൂരികളായ കിതാബുകൾ തിരിയുന്ന, പ്രമാണം തിരിയുന്ന പണ്ഡിതന്മാർ കൃത്യമായി ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് ഉടനടി പൊളിച്ചു നീക്കാൻ ഒരു തീരുമാനമെടുത്താൽ ചില ആളുകൾ അതിൻ്റെ ഇസ്ലാമിക വിധി അറിയാത്ത, കുബ്ബ നിർമ്മാണത്തിന്റെ ഇസ്ലാമിക വിധി അറിയാത്ത, അത് എങ്ങനെ അവിടെ വന്നു എന്നറിയാത്ത, അത് സഹാബികളാരോ നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ അവർ കലാപങ്ങൾ അഴിച്ചുവിടും, പ്രശ്നങ്ങൾ അഴിച്ചുവിടും. ആ സമയത്ത് ഏതൊരു നിലപാട് സ്വീകരിക്കണം? ആ നിലപാട് പ്രവാചകൻ കഅബാലയ വിസ്തീർണത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് സ്വീകരിക്കാം എന്ന രൂപത്തിലാണ് സൗദി ഗവൺമെന്റ് ആ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളതും ആ നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളതും. അത് കുബ്ബ ഏത് സ്ഥലത്തും ഏത് ഖബറിന്റെ മുകളിലും നിർമ്മിക്കാമെന്നതിന് തെളിവല്ല. നേരെ മറിച്ച് ആ വിഷയത്തിലുള്ള മാതൃക കൃത്യമായി പ്രവാചകന്റെ കഅബാലയ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, യോജിപ്പിച്ചുകൊണ്ട്, ഖിയാസ് ചെയ്തുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ.